ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഈ ടീസറിന്റെ ടൈറ്റിൽ കാർഡ് പല ഭാഷകളിൽ കാണിച്ചുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കുമോ എന്ന്. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? എന്താണ് അത് പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. ഇന്ന് മുത്തശ്ശി നിങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞുതരാം. കണ്ടോ, ഇയാൾ ആ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ച കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണുള്ളത്. അദ്ദേഹം പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട്. അതെന്താണെന്ന് അദ്ദേഹത്തിനും അറിയില്ല, നമുക്കും അറിയില്ല. എന്താണ് അത് പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. മലയാളികൾ മോഹൻലാൽ സാറിന്റെ ഒരു 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 വലിയ പ്രതീക്ഷയിലാണ് മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് വേണ്ടി. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ എരപ്പൻ. മലയാളികൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ കാരണം മോഹൻലാൽ സാറിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് വന്ന നേരെന്ന് പറയുന്ന സിനിമ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു, വലിയ വിജയമായി. അതിനുശേഷം വരുന്ന ചിത്രമാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു പടമാണ്. ആരാധകർക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു ചിത്രമായിരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്, എനിക്കപ്പോഴേ തോന്നി. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. സാർ അവൻ പറയുന്ന ഒരു ഒറ്റ അക്ഷരം വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഒരു അന്തവും കുന്തമില്ലാത്ത വർത്താനം സാർ അവൻ്റെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ റിലീസ് ആദ്യം ചെയ്തതിന് ശേഷമായിരിക്കും മറ്റ് ഭാഷകളിലേക്ക് ആ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ.